ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു മനുഷ്യനും തർക്കമുണ്ടാവില്ല. കാരണം വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഈ വാക്കുകളിൽ ചില വാക്കുകളൊക്കെ നമ്മുടെ ശക്തിയെ ക്ഷയിക്കാനും ചില വാക്കുകൾ നമ്മളുടെ ശക്തിയെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ വെരി ഗുഡ്, കൊള്ളാം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റും അതേസമയത്ത് അയാൾ വളരെ മനോഹരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതത്ര പോരാ, അത് കൊള്ളൂല എന്ന് നിശ്ചിതമായി വിമർശിക്കുന്ന രീതി, ഈ രണ്ട് വാക്കുകളും നമ്മൾ ഒരേ വ്യക്തി പറയുകയാണെങ്കിൽ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ രണ്ട് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകൾ മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില വാക്കുകൾ, ആ വാക്കുകൾ നമ്മുടെ ശക്തിയെ കൂട്ടാനും നമ്മുടെ ശക്തിയെ കുറയ്ക്കാനും ഒക്കെ കാരണമായി തീരുന്നുണ്ട്. അതായത് ചില വാക്കുകൾ എംപവറിംഗ് ആയ, നമ്മളെ കരുത്തമാക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ ചില വാക്കുകൾ ഡിസംപവറിംഗ് ആയ, നമ്മളെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന വാക്കുകളാണ്. നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ഡിസംപവറിംഗ് വാക്കുകൾ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 6 വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ 6 വാക്കുകൾ ഡിസംപവറിംഗ് ആയ വാക്കുകളാണ്. അതിനെ മാറ്റി പകരം എന്ത് എംപവറിംഗ് ആയ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേർഡ്സിന് പവർ ഉണ്ടെങ്കിൽ, വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വേർഡ്സ് ഹാവ് പവർ, വേർഡ്സ് ഹാവ് പവർ എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഡിസംപവറിംഗ് വാക്കുകൾ. നമ്പർ 1, ട്രൈ. ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിക്കാം. ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനത് ചെയ്യാമെന്ന് ഒരു കൂട്ടർ പറയുന്നു, ഞാൻ ശ്രമിക്കാമെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. ഏത് കൂട്ടരായിരിക്കും കാര്യങ്ങൾ ചെയ്യണത്? ഭൂരിഭാഗം കേസസിലും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. ശ്രമിക്കാമെന്ന് പറഞ്ഞ ആളുകൾ പലപ്പോഴും അത് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പൊ പലപ്പോഴും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിട്ട് പോലും നമ്മൾ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന, നമ്മുടെ കോൺഫിഡൻസിനെ ചെറുതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ട്രൈ, അല്ലെങ്കിൽ ശ്രമിക്കാം എന്ന് പറയുന്ന ആ ഒരു വാക്ക്. ഇതിനെ മാറ്റി ഐ വിൽ, ഞാൻ ചെയ്യാം എന്നുള്ള ഒരു വാക്ക് പറയാൻ നമ്മൾ തയ്യാറാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രമിക്കാമെന്ന് പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്തത്. എന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തിട്ടില്ലേ? അതുകൊണ്ട് ട്രൈ എന്ന വാക്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്തതിന് അതിന് പകരമായി നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കേണ്ടത് ഐ വിൽ, ഞാനത് ചെയ്യാം എന്നാണ്. വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ട്രൈ ടു ഐ വിൽ, ട്രൈ ടു ഐ വിൽ. 2, പ്രോബ്ലം. പ്രോബ്ലം എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം. അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. ഈ പ്രശ്നം എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മളെ റിയാക്റ്റീവ് ആക്കി മാറ്റും. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ഇഷ്യൂവിനെ പ്രതികൂലമായ രീതിയിൽ നേരിടാനായിട്ടുള്ള ഒരു കാരണമാണ് പ്രോബ്ലം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന വഴി സംഭവിക്കുന്നത്. പ്രോബ്ലം എന്നുള്ള വാക്കിനെ മാറ്റി പകരം ചലഞ്ച് എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്താണ് വ്യത്യാസം? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമോഷൻ നമുക്ക് കിട്ടണം, അല്ലെ? ഒരു പ്രശ്നത്തിലാണ്, ഒരു കുഴപ്പത്തിലാണ്, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും, ഇങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. അതേ സമയത്ത് ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയെ നേരിട്ട് എനിക്ക് മുൻപോട്ട് പോകണം, വെല്ലുവിളിയെ തരണം ചെയ്ത് എനിക്ക് മുൻപോട്ട് പോകണം. ആ ഒരു ആവേശമാണ് നമുക്ക് കിട്ടുന്നത്. വാക്ക് വളരെ സിമ്പിൾ ആണ്. പ്രോബ്ലം എന്ന വാക്കിനെ മാറ്റി ചലഞ്ച് എന്ന വാക്കാക്കുക. പക്ഷേ ലൈഫിൽ ഉണ്ടാവുന്ന ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. തീർച്ചയായും നമുക്ക് ഈ ഒരു തീരുമാനമെടുക്കാം. പ്രോബ്ലം എന്ന വാക്കിനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരമായി ചലഞ്ച് എന്ന് പറയുന്ന വാക്കായിരിക്കും ഞാൻ ഇനി മുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. ചലഞ്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ പ്രൊയാക്റ്റീവ് ആയിരിക്കും. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് എങ്ങനെയൊക്കെ മുന്നിൽ വരുന്ന പല രീതിയിലുള്ള വെല്ലുവിളികളെ നേരിടണം, അതിന് എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെ ഒരു ചലഞ്ച് വന്നാൽ എങ്ങനെ അതിനെ വെല്ലുവിളിച്ച് ആ ചലഞ്ചിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകണം, ഇതിനൊക്കെയുള്ള ഒരു പദ്ധതിയുമായിട്ടായിരിക്കും ഈ ആളുകൾ മുൻപോട്ട് പോകുന്നത്. അതേസമയം പ്രോബ്ലത്തെ ക്ഷണിച്ചു വരുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അവരെ പ്രശ്നം വരുന്ന സമയത്തായിരിക്കും ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത്. ചലഞ്ച് ഏറ്റെടുക്കുന്ന ആളുകൾ മുൻകൂട്ടി കാണുമ്പോൾ, പ്രശ്നങ്ങളെ കാണുന്ന ആളുകൾ ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യായിരിക്കും ചെയ്യണം. നമുക്ക് ആ റിയാക്ഷൻ എന്നുള്ള ആ ഒരു ആക്ഷനിൽ നിന്നും റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി പ്രതികരിക്കുന്ന, കൃത്യമായി ആ വെല്ലുവിളികളെ തരണം ചെയ്യുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം എന്ന വാക്കിനെ റീപ്ലേസ് ചെയ്ത് പകരം ചലഞ്ച് എന്ന വാക്ക് ഇന്നു മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. 3, ഐ ഹാവ് ടു. ഞാനത് ചെയ്തേ പറ്റൂ, ഞാനത് ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്, ഞാൻ മാത്രമേ ഇനി അത് ചെയ്തു തീർക്കാനായിട്ടുള്ളൂ, അതായത് വേറൊരു മാർഗ്ഗമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം എന്ന് പറയുന്ന രീതി. ഐ ഹാവ് ടു എന്നത് ഉപയോഗിക്കുന്നത് മാറ്റിയേ പറ്റൂ. കാരണം ഇതൊരു ഡിസംപവറിംഗ് ആയ വാക്കാണ്.
ഒരു വിക്ടിം മൈൻഡിലേക്ക് നമ്മൾ പോണത്. അതായത് നമ്മൾ ഇരയാക്കപ്പെട്ട പോലെ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു തോന്നലാണ് മനസ്സിൽ ജനിക്കുന്നത്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായി ചെയ്യണമെന്നില്ല. ഈ ഐ ഹാവ് ടു എന്നുള്ള വാക്ക് മാറ്റി ഐ ആം ഗോയിങ് ടു എന്നുള്ള വാക്കിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ. ഞാനത് ചെയ്യാനായി പോവുകയാണ് എന്ന് പറഞ്ഞു, അല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മാറ്റി ഞാനത് ചെയ്യാൻ പോവുകയാണ്. ചെറിയൊരു വ്യത്യാസം. ഐ ഹാവ് ടു എന്ന വാക്ക് മാറ്റുന്നു, ഐ ആം ഗോയിങ് ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. എനിക്കത് ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല, ഞാനതിനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിവൃത്തിയില്ലാതെ ചെയ്യുന്നതിന് പകരം ഞാൻ അതാണ് സെലക്ട് ചെയ്തത്, ഞാനത് ചൂസ് ചെയ്ത് ഞാനത് ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി മുൻപോട്ട് പോകണം. ഒരു വശത്ത് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുക ചെയ്യണം, ഒരു വ്യക്തിയുമായി മാറിക്കൊണ്ട്. മറുവശത്ത് കൃത്യമായി തീരുമാനമെടുക്കാൻ അറിയാമെന്നും അത് ചെയ്യാനായിട്ട് മുൻപോട്ട് പോവാണ് എന്നുള്ള ഒരു മെന്റാലിറ്റി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ സെൽഫ് എസ്റ്റീമും ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് റീപ്ലേസ് ചെയ്തേ പറ്റൂ. ഏതാണ് റീപ്ലേസ് ചെയ്യേണ്ട വാക്ക്? ഐ ഹാവ് ടു എന്ന വാക്ക് റീപ്ലേസ് ചെയ്യുക. പകരം ഏത് വാക്ക് കൊണ്ടുവരണം? ഐ ആം ഗോയിങ് ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. 4, ഫെയിലിയർ. ഫെയിലിയർ അല്ലെങ്കിൽ പരാജയം. ഫെയിലിയർ എന്ന വാക്ക് നമ്മൾ പലപ്പോഴും പലയിടത്തും വായിക്കുന്നതാണ്, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഫെയിലിയേഴ്സിലും, ഓരോ പരാജയത്തിലും ഒരു ലേണിംഗ് ലെസൺ ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതായത് ആ പരാജയം എന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്നതിന് പകരം പരാജയം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇനി പഠിക്കണം എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ രീതിയിൽ പരാജയത്തിന്റെ ആ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ വേറൊരു രീതിയിൽ ഫീൽ ചെയ്യാൻ തയ്യാറാവണം. പരാജയപ്പെട്ടു എന്നുള്ളൊരു നെഗറ്റീവ് ഇമോഷനിൽ ഇരിക്കാതെ, പരാജയപ്പെട്ടു, എന്നെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ കഴിവില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നലിലേക്ക് പോവാതെ ചില കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഓരോ പരാജയവും അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപിടിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തമാശയായിട്ടാണെങ്കിലും പലരും പറയും ഇതൊക്കെ പറയാൻ കൊള്ളാം, പരാജയം അനുഭവിക്കുന്നതിനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയുമെന്ന്. എന്നാൽ നമ്മൾ തിരിച്ചറിയുക, വിജയിച്ച എല്ലാ ആളുകൾക്കും പറയാനായി ധാരാളം പരാജയത്തിന്റെ കഥയുണ്ട്. എന്നാൽ അവരാരും ഈ കഥ പറഞ്ഞ് വിഷമിച്ചിരുന്ന ആളുകളല്ല, മറിച്ച് ആ പരാജയങ്ങളെ ചില കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയ അവസരമായി തിരിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെ പരാജയം എന്ന ആ ഒരു പേരിട്ട്, ഫെയിലിയർ എന്നുള്ള പേരിട്ട് ഒരു നെഗറ്റീവ് ഇമോഷൻ എടുക്കുന്നതിന് പകരമായി ആ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ലേൺ ചെയ്യാൻ, പഠിക്കാനായി തയ്യാറാവുക. അതുകൊണ്ട് ഫെയിലിയർ അല്ല നമുക്ക് കിട്ടേണ്ട ഇമോഷൻ, പക്ഷേ നമ്മൾ പഠിച്ചില്ല, ലേൺ ചെയ്തില്ല എന്നുള്ളതായിരിക്കണം നമുക്ക് കിട്ടേണ്ട ഇമോഷൻ. 5, സംഡേ. പല ആളുകളും പറയുന്ന ഒരു വാക്കാണ് സംഡേ. എന്നാണ് നീ ആ കാര്യം നേടിയെടുക്കുന്നത്? ഒരു ദിവസം ഞാനത് നേടിയെടുക്കും. എന്നാണ് നിന്റെ ഈ ആഗ്രഹം നടപ്പിലാക്കുന്നത്? ഒരു ദിവസം ഞാനത് നടപ്പിലാക്കും. ഇങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടോ? കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടോ? സൺഡേ ഉണ്ട്, മൺഡേ ഉണ്ട്, ട്യൂസ്ഡേ ഉണ്ട്, വെനസ്ഡേ ഉണ്ട്, അല്ലെ? അതിൽ സംഡേ എന്നുള്ള ഒരു ദിവസമില്ല. ഒരു കലണ്ടറിലും സംഡേ എന്ന് പറയുന്ന ഒരു ദിവസമില്ല. ഈ സംഡേ മാറ്റിയിട്ട് നമ്മൾ ഏത് ദിവസമാണ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ആ ദിവസം ഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യണം, ടുഡേ, ഇന്ന് തന്നെ ചെയ്യാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ ഇന്ന ദിവസം, ഒരു സ്പെസിഫിക് ദിവസം, ഇത്രാം തീയതി, ഈ മാസം, ഈ വർഷം ഈ കാര്യം ഞാൻ നേടും, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തു തീർക്കും. അങ്ങനെ കൃത്യമായി ഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഡേ എന്ന വാക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി കൃത്യതയുള്ള ഒരു ഡേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് നമ്മളെ ഡിസംബർ ചെയ്യുന്ന മറ്റൊരു വാക്ക്, സംഡേ. റീപ്ലേസ് ചെയ്യുക, ടുഡേ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റ് ചെയ്യുക. 6, ഇംപോസിബിൾ. ഒരിക്കലും നടക്കാത്ത കാര്യം. ഇതാണ് മറ്റൊരു വാക്ക്. സ്ഥിരമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഒക്കേഷണലി ചില ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇംപോസിബിൾ എന്നുള്ള വാക്ക് ഇത് വളരെയധികം ഡിസംപവറിംഗ് ആണ്. കാരണം അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നതിന് മുന്നേ റിസൈൻ ചെയ്യുന്ന അവസ്ഥയാണ് ഇംപോസിബിൾ എന്ന് പറയുന്ന വഴി സംഭവിക്കുന്നത്. പല കാര്യങ്ങളും ഇംപോസിബിൾ എന്ന് നമ്മൾ വിശ്വസിച്ചാണ് ഇന്ന് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല എന്നല്ല അർത്ഥം, ഇതുവരെ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായി. അപ്പൊ ഇതുവരെ നടക്കാത്ത കാര്യം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ എന്തിനാ ശാഠ്യം പിടിക്കണേ? ഇംപോസിബിൾ എന്ന് പറയുന്നത് ഇംപോസിബിൾ എന്നല്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഇനി ഒരുപാട് ലേൺ ചെയ്യാനുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവനവന്റെ കാര്യം ചിന്തിക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യത്തെ ഇംപോസിബിൾ എന്ന് വിധിക്കാതെ അതിന് പകരം ആ കാര്യത്തിന് കുറെ സ്റ്റെപ്സ് എടുക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് മാറാനും നമ്മൾ തയ്യാറാണ്. അപ്പൊ ഇതാണ് 6ാമതായി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട വാക്ക്. ഇംപോസിബിൾ എന്നുള്ള വാക്കിനെ റീപ്ലേസ് ചെയ്ത് പോസിബിൾ ആണ്, എന്നാൽ ചില കാര്യങ്ങൾ കൂടി പഠിച്ചാലേ അത് പോസിബിൾ ആവും എന്നുള്ള ഒരു റിയലൈസേഷൻ, ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇപ്പോൾ പറഞ്ഞ ഈ 6 വാക്കുകളും
നമ്മൾ അറിഞ്ഞോ അറിയാതെ ജീവിതത്തിൽ ഉപയോഗിക്കുകയും അതുവഴി നമ്മുടെ തന്നെ സെൽഫ് കോൺഫിഡൻസും നമ്മുടെ തന്നെ ശക്തികളും ഒക്കെ ക്ഷയിക്കാനായി കാരണമായി തീരുകയും ചെയ്യുന്ന ചില വാക്കുകളാണ്. ഇതിനെ റീപ്ലേസ് ചെയ്ത് ഏതൊക്കെ വാക്കുകൾ ആണ് ഉപയോഗിക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ വീഡിയോ തുടക്കം മുതൽ ഒന്ന് കാണുക. നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ടോ, ഏതൊക്കെ വാക്കാണ് ഉപയോഗിക്കാറ്, ഏതൊക്കെ വാക്കാണ് ഉപയോഗിക്കാതിരിക്കുന്നത്, അത് കൃത്യമായി ഒന്ന് റിയലൈസ് ചെയ്യുക. അങ്ങനെ ജീവിതത്തിൽ കൃത്യമായി പോസിറ്റീവായ നമ്മളെ എംപവർ ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി മുൻപോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതല്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഡിസംപവറിംഗ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്ന് കൂടി വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. 𝑁K signing off.